പൊടിയിൽ കുറച്ച് എടുക്കുക. ഞങ്ങളിപ്പോൾ മണ്ണടിക്കാൻ എളുപ്പമൊന്നും പോയില്ലായിരുന്നു. പണീൻ്റെ കളകം ചേട്ടൻ അങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യണ സാധനങ്ങൾ ശ്രദ്ധിക്കുക. പ്രേക്ഷകരാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളിൽ ആരൊക്കെ പുറത്തു പോകണമെന്നും ആരൊക്കെ നിലനിൽക്കണമെന്നും തീരുമാനിക്കുന്നത്. എങ്കിലും ആ പ്രേക്ഷക വിധിക്കായി സഹ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 50 ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ വേളയിൽ ഈ മത്സരത്തോട് നീതി പുലർത്തുന്നവരും ഈ ഗെയിം കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ അർഹതയുള്ളവരും മാത്രമേ ഇവിടെ തുടരാവൂ. അതായിരിക്കണം ഇപ്പോൾ നടക്കാൻ പോകുന്ന നോമിനേഷനിൽ നിങ്ങൾ മനസ്സിലോർക്കേണ്ട മാനദണ്ഡം. അതിന്റെ അടിസ്ഥാനത്തിൽ പവർ ടീമും ക്യാപ്റ്റനും എടുക്കേണ്ടതാണ്. ശിക്ഷയുടെ ഭാഗമായി 2 ആഴ്ചത്തെ നേരിട്ടുള്ള നോമിനേഷൻ ലഭിച്ച അഭിഷേകിന്റെ പേരും ആരും പറയേണ്ടതില്ല. ആദ്യം പവർ ടീം ഒരാളെ അടുത്ത എവിക്ഷൻ പ്രക്രിയയിലേക്ക് നേരിട്ട് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുക. പറയണ്ടേ ഈ കേരളത്തിൽ പണ്ടത്തെ കടം ബാക്കി വന്നിരിക്കും. പറയട്ടെ സന്തോഷത്തിലുള്ള അങ്ങനെ എന്തായാലും വരും ഓൾറെഡി. അതിടണ്ട ഇത്തവണ വയസ്സായിട്ട് സെലക്ട് ചെയ്യണം. വയസ്സായിട്ട് ഇനിയിപ്പോൾ ഇട്ടിട്ട് കാര്യമില്ല. സത്യം ഇങ്ങനെ വരും എന്തായാലും വരും. പറഞ്ഞത് ഈ ഷോയ്ക്ക് നീതി, ഈ ഷോയുടെ റൂൾസ് മനസ്സിലാക്കി കളിക്കുന്നവരെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ ഉഴപ്പിയൊരു തീരുമാനം എടുത്ത് നമുക്ക് ഇടാനും പറ്റില്ല. ഇത് രണ്ടുമാണ് മെയിൻ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ വയസ്സായിട്ട് നമുക്ക് തീരുമാനം എടുത്തിടണം. ജിൻഡോ എന്തായാലും വേണ്ട. സ്ഥിരം ആളുകളെ നമുക്ക് ഇട്ടിട്ട് അയാൾ എന്തായാലും നമ്മൾ നോക്കണ്ട. കാരണം ഇപ്പൊ ഇയാൾ ഇട്ടു നമ്മള് ഒരാഴ്ച ഈ ഒരാഴ്ച ആള് വെറും അലമ്പ് കളിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരന് അങ്ങനത്തെ സീനുകളൊന്നുമില്ല. കാരണം ഒരാൾ ഇട്ടുമിട്ടില്ല പ്രോപ്പർ റീസണുള്ള ഒരാളാണ്. കഴിഞ്ഞ വട്ടം ഒഴുപ്പിയ ആൾക്കാരാരാ? അത് ഒബ്വിയസ്ലി അടി ഉണ്ടാക്കിയത് ജിൻഡോ, ജാസ്മിൻ. പിന്നാരാ? ജിൻഡോ അടിയുണ്ടാക്കി, ജാസ്മിൻ, ഗബ്രി. മറ്റേ അടീനെ ബാക്കിയാണ് ഗബ്രി. അതുകൊണ്ട് ഇല്ലാത്ത ഞാൻ പറയുന്നത് ഗബ്രീന്റെ പേരെന്താ? പിന്നെ നമ്മളത് ജിൻഡോയുടെ പേരും വരും. ജാസ്മിൻ ചേച്ചി ഓക്കെയാണ്. നമ്മുടെ റീസൺസ് എന്തൊക്കെയാണ് പറഞ്ഞു പോകണം? റീസൺസ് നമ്മൾ വ്യക്തമായിട്ട് പറയണം. ഒന്ന് എനിക്ക് പറയാനുള്ള റീസൺസ് അടുക്കളയിൽ കിച്ചൺ ടീമിൽ നിന്നിട്ട് ഭയങ്കര ഒഴുപ്പ് കാണിച്ചായിരുന്നു. പിന്നെ ജയിലിൽ കിടന്നിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് രണ്ടാളും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ റീസണുണ്ട്. പിന്നെന്താണ് റീസൺ പറഞ്ഞാൽ അതായത് നമ്മൾക്കിവിടെ ബേസിക്കലായിട്ട് ബിഗ് ബോസ് ആയിരുന്ന ടാസ്കും ഉണ്ട്, അല്ലാതെ നമുക്ക് അസൈൻ ചെയ്ത ജോബും ഉണ്ട്. ആ ജോബ് വൃത്തിയായി ചെയ്തില്ല. ഈവൻ ലാലേട്ടൻ വന്നപ്പോൾ ആ ജോബിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പ്രേക്ഷകരും പറയുന്നത് എന്താ?
വീണ്ടും ഇടാൻ പറഞ്ഞു. വരാനുള്ള നമ്മൾ വിട്ടത് കാലണ്ടർ ഇടാണ്ട്. അപ്പം അതിനൊരു കാരണം അത് തന്നെ പറയാം. അതാണ് വാലിഡ് റീസൺ. ഇത് പറഞ്ഞൊന്നും പറയണ്ട. അപ്പൊ അവള് ശത്രുവായിട്ട് പറയാമല്ലോ. അതാണ് ഉണ്ടല്ലോ. പറയാം. ഓക്കെ, ഞങ്ങള് ഒരേപോലെ എല്ലാവരും പേര് ജാസ്മിൻ്റെയാണ്. കാരണം ബേസിക് ആയിട്ട് വീട്ടിൽ ചെയ്യേണ്ട ജോബ് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ് നമ്മളുടെ ജോബ്. അതിൽ നമ്മൾ അലസരായാലോ അല്ലെങ്കിൽ ആ ജോബ് ചെയ്തതിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. സോ അത് ആക്സെപ്റ്റ് ചെയ്യുക, ഇനി അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി മുൻപോട്ടുള്ള നമ്മളുടെ ജോബ്. സോ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനമായ കാര്യം. നമുക്ക് ഡെയിലി ടാസ്ക് വരുന്നതല്ലാതെ നമുക്ക് എന്നും ഒരു ടാസ്ക് ആയിട്ട് കാണേണ്ടതാണ് നമ്മളുടെ അടിച്ചു വരുന്നതോ ഭക്ഷണം വെക്കുന്നതോ നമുക്ക് അസൈൻ ചെയ്യുന്ന ആ പരിപാടികൾ. അത് കൃത്യമായിട്ട് ചെയ്യുക. ആൻഡ് ലാലേട്ടൻ്റെ എപ്പിസോഡിലാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ വന്നതാണ്. സോ ബാക്കി ജനങ്ങൾക്ക് അവരവരുടെ വിധി അവർ പറയട്ടെ എന്നുള്ള നിലയ്ക്ക് ജാസ്മിനെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്തു. ഇരിക്കാം. അഭിഷേക്, കൺഫെഷൻ റൂമിലേക്ക് വരിക. യെസ് ബിഗ് ബോസ്. അഭിഷേക്, പറയൂ സർ. നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ പേരുകളും കാരണങ്ങളും പറയുക. ഞാൻ രണ്ടുപേരുടെ പേര് പറയുന്നത് അൻസിബയും അപ്സരയുമാണ്. അപ്പോൾ അൻസിബ ഇപ്പൊ രണ്ടുപേരുമായിട്ട് എനിക്ക് നല്ല വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമാണ്. പക്ഷേ ഇപ്പൊ അൻസിബയുടെ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി എന്നേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ വട്ടവും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരിക്ക് ഇപ്രാവശ്യം പോലും പോകുന്നു എന്നുള്ള സന്തോഷമായിരുന്നു. പക്ഷെ അത് ജനങ്ങൾ പുള്ളിക്കാരി പിന്നെയും പിടിച്ചു നിർത്തി. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പോഴും അതെനിക്ക് പോയേ പറ്റൂ, എനിക്ക് മിസ് ചെയ്യുന്ന, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ കൊണ്ട് പറ്റില്ല, ഇതെനിക്ക് കയറാൻ പറ്റാത്തൊരു ഹിമാലയമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാള് ഇവിടെ നിൽക്കണം എന്നില്ല. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ ഉള്ളവർ തന്നെ പലരും ഒരുപാട് ആഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളാണ് അൻസിബ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്ന് അപ്സരയാണ്. അപ്സര ഇപ്പൊ ഞാനൊരു ടാസ്കിലാണെങ്കിലും പുള്ളിക്കാരി ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി. പുള്ളിക്കാരി ഫിസിക്കലി ഭയങ്കര വീക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നടുവേദനയും പ്രശ്നങ്ങളും കുറെ ഉണ്ട്. അപ്പം ഇനി മുൻപോട്ടുള്ളത് ഭയങ്കര കഠിനമായിട്ടുള്ള ടാസ്ക് ആയിരിക്കും. ആ ടാസ്കിൽ പുള്ളിക്കാരിക്ക് നിൽക്കാൻ പറ്റുമോ, നിന്നാൽ തന്നെ പുള്ളിക്കാരിക്ക് വലിയ പ്രോബ്ലംസ് വരുമോ എന്നുള്ള എനിക്കൊരു ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്സരയെ പറയുന്നു. അങ്ങനെ രണ്ടുപേര്, അൻസിബയും അപ്സരയും. ഋഷിയോട് വരാൻ പറയും. ഓക്കെ, താങ്ക് യു ബിഗ് ബോസ്. കുറെ സമയം ഇപ്പൊ കിട്ടിയിട്ടുണ്ടോ? വിളിച്ചത് അല്ലേ? എവിക്റ്റായി പോകത്തില്ലേ? അതുപോലെ വിളിച്ച ഓ നന്ദനയുടെ വേറെ ആറ്റിറ്റ്യൂഡ്. ഹായ് ബിഗ് ബോസ്. ഋഷി, നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് പേരുകൾ, കാരണങ്ങൾ. ഒരാള് അർജുന പറയും. അർജുന വേറൊന്നല്ല, ഇന്നാക്റ്റീവ് ആണ്. ഫസ്റ്റ് വന്ന നമ്മള് ആ ഒരു അർജുന അല്ല, ഇപ്പൊ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അത് എനർജി എന്താ ഡൗൺ ആവുമെന്ന് നമുക്ക് അറിയില്ല.
പക്ഷെ ഇനാക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് അർജുനെ പറയണു. പിന്നെ ഒരാള് എനിക്ക് രണ്ടുപേരെ ഉണ്ട് മൈൻഡിലുണ്ട്. പിന്നെ ആള് ജിൻഡോ ഉണ്ട്. രണ്ടുപേരല്ലേ? ജിൻഡോ വേറെ ഒന്നല്ല, ഗെയിം അങ്ങനെ ആ രീതിയിൽ പുള്ളിക്കാരൻ കളിച്ചതും പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നതും, പിന്നെ അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നിട്ട് അതിനെ ഇട്ട് കൺഫ്യൂഷൻ ആക്കി പിന്നെ അടി ഉണ്ടാക്കി. അത് എന്തിനൊന്നും മനസ്സിലാവണില്ല. ക്ലിയർ ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിന്റെ വേദന ഇപ്പോഴും ഉണ്ട് ബിഗ് ബോസ്. അത് ഞാൻ കുറച്ച് മുമ്പ് വരാം. മെഡിക്കൽ റൂമിൽ കൈയൊക്കെ ഒരുപാട് വീശാനൊന്നും പറ്റില്ല, അപ്പോഴേക്കും മസിലിന്റെ പെയിൻ വരുന്നുണ്ട്. അപ്പൊ ഗെയിം മര്യാദയ്ക്ക് കളിക്കാത്തത് കൊണ്ടും പിന്നെ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓർമ്മയില്ല, അത്രയും ചെയ്തിട്ട് ഓർമ്മയൊന്നുമില്ല എന്ന് പറയണതൊന്നും റീസൺ അല്ല. അപ്പൊ അത് ഡേഞ്ചറാണ്. എനിക്ക് അത്രയും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജിൻഡപ്പിനും പിന്നെ അർജുനും. നോറയോട് വരാൻ പറയും. നോറ 10 മണി വിചാരിക്കുന്നതല്ലോ. നോറ ഞാനോ? നോറ, ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? എന്താണ് കാരണങ്ങൾ? ഒന്ന് ജിൻഡോ ചേട്ടൻ നിലപാടില്ല, നിലവാരമില്ല, നാണല്ല, മാനല്ല, സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, എന്താണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയേണ്ടതെന്നുള്ള ഒരു ബോധം പറഞ്ഞ സാധനം ഇപ്പോഴും വന്നിട്ടില്ല. അതും ഇതൊരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട സ്ഥലമല്ല, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ആളെ വ്യക്തിത്വത്തിൽ നിൽക്കണം, അതും ആൾ ഇതുവരെ നിന്നിട്ടില്ല. സോ അതുകൊണ്ട് ഒന്ന് ജിൻഡോ ചേട്ടൻ. രണ്ടാമത്തെ ആള് അർജുൻ. വന്ന ആഴ്ച കണ്ട അർജുനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം കുറെ സ്ഥലത്ത് ഞാൻ കാണുന്നില്ല. ആ ഒരു വ്യക്തി ഇൻവിസിബിൾ ആയിട്ടുണ്ട്. ഈ വീട്ടിൽ ആ ആളുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ചില സമയത്ത് ഞാൻ മറന്നു പോകുന്നുണ്ട്. ഇങ്ങനൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ എന്നൊരു രീതിയിൽ പലപ്പോഴായിട്ട് ഒരുപാട് പേര് ഇൻവിസിബിൾ ആയിട്ടുണ്ട്. ബട്ട് അർജുനും ഇവിടെ അത്രയും നിറങ്ങി നിന്ന ഒരാളായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ടും എല്ലാത്തിനും സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്ന മാതിരി തോന്നുന്നു. ചില സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നതിലാണെങ്കിലും അത് എന്ത് കാരണം കൊണ്ടാണോ അത് മാറി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ചില കാര്യങ്ങൾ ആള് പറഞ്ഞാൽ, അതായത് അടിപിടി കൂടണം അങ്ങനല്ല, എന്നാലും മുന്നോട്ടേക്ക് വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നില്ല. സോ ഒന്ന് അർജുനും, ഇൻവിസിബിൾ ആയിട്ടുള്ള അർജുനും, ജിൻഡോ ചേട്ടൻ, നിലവാരമില്ലാത്ത ജിൻഡോ ചേട്ടനും. സിജോയോട് വരാൻ പറയൂ. നോമിനേഷൻ നടക്കുമ്പോൾ എല്ലാവരും ലിവിംഗ് റൂമിൽ തന്നെ ഇരിക്കേണ്ടതാണ്. സിജോ, എന്തോ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന 2 വ്യക്തികളുടെ പേരുകളും കാരണങ്ങളും പറയുക. ഓക്കെ, ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ആള് അൻസിബ, രണ്ടാമത്തെ ആള് ഋഷി. രണ്ടുപേരാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത്. 2 പേരിൽ ആദ്യം അൻസിബയുടെ കാര്യം പറയാം. അൻസിബ ഇവിടെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ഒക്കെയാണ്, പക്ഷെ ബിഗ് ബോസ് പറഞ്ഞ പോലെ ഗെയിമിൽ തീരെ ആക്റ്റീവ് അല്ല. ഗെയിമിൽ ഒരു, അതായത് ആസ് എ ഗെയിമർ ഒരു empty ബോട്ടിൽ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അൻസിബയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ, അൻസിബ ചെയ്യുന്ന ഒരു ജോലിയിൽ സംബന്ധിച്ച് എന്തെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് അൻസിബ ഒന്ന് സംസാരിക്കുന്നത് പോലും. അല്ലാത്തപ്പോഴത്തേക്കും തനിക്ക് തീരെ വയ്യ. മേ ബി എനിക്ക് അങ്ങനെ ആയിരിക്കാം. അൻസിബ, എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമും അൻസിബയ്ക്ക് മനസ്സിലൊരു മടുപ്പുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മടുപ്പുള്ള ഒരാൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ആള് അൻസിബയാണ്. രണ്ടാമത്തെ ഋഷി എന്റെ നല്ല സുഹൃത്താണ്. പക്ഷേ ഋഷി അൻസിബ അവർ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് വോട്ട് സ്പ്ലിറ്റിങ്ങും അതൊരു കാര്യം തന്നെയാണ്, എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം 2 സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രം എപ്പോഴും നോമിനേഷനിലേക്ക് വരികയും മറ്റുള്ള ആൾക്കാർ വേറൊരാൾ സേഫ് ആവുകയും ചെയ്യുമ്പോൾ വോട്ട് സ്പ്ലിറ്റിംഗ് വരും. അപ്പോഴും അർഹതപ്പെട്ട ഒരാൾ ഇവിടെ നിന്ന് പുറത്തു
പോകാത്തൊരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. ഋഷി കുറച്ചൊക്കെ, അതായത് അൻസിബിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ അത് ഇടപെടാൻ ശ്രമിക്കാറുണ്ട്, ടാസ്കിലൊക്കെ ആക്റ്റീവായിട്ട് കളിക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഒരു ഗെയിമർ എന്ന രീതിയിൽ അവൻ ഇപ്പോൾ ഇവിടെ നോമിനേഷനകത്ത് വരുന്ന സമയത്ത് അവനൊരു തോന്നലുണ്ടാവും, ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകണം എന്നുള്ളത്. ലാലേട്ടൻ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് സംസാരിക്കണം. അപ്പൊ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെയാണ് ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഋഷി ആൻഡ് അൻസിബ. അർജുനോട് വരാൻ പറയും. ഓക്കെ. അർജുൻ പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. തീർച്ചയായും കൂടെ നീയും. ചെല്ലാം. അത് വേറെ വഴിയുണ്ടെന്ന്. അവര് ഫ്രണ്ട്സ് അല്ലേ? അവർക്ക് നോമിനേഷൻ ഇല്ല. അത് കഴിഞ്ഞ് അപ്സരയിച്ചായിരിക്കും. അത് കഴിഞ്ഞ് നീ അർജുൻ, നോമിനേറ്റ് ചെയ്യുന്ന 2 പേരുകൾ, കാരണങ്ങൾ. ഓക്കെ, ഫസ്റ്റ് ഞാൻ അൻസിബെ പറയും. ലാസ്റ്റ് വീക്കും പറഞ്ഞു, അതിന് മുമ്പും പറഞ്ഞു പുള്ളിക്കാരിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ മടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ ഗെയിമും വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, ആക്ടിവിറ്റീസും വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഞാൻ അൻസിബെ ഫസ്റ്റ് പറയും. സെക്കൻഡ് ഞാൻ ഗബ്രിയെ പറയും. ഗബ്രി ഒരു ടാസ്ക് വന്നാലും ഒരു ആക്ടിവിറ്റീസ് വന്നാലും വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തുന്ന പോലെ ഫീൽ ചെയ്തു.